ഇതും നമ്മുടെ റീസെൻ്റ് ആയിട്ട് കണ്ട എക്സാമിൻ്റെ നമ്മുടെ SSC എക്സാം കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിന്ന് കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സർക്കുലർ ട്രാക്കിനെ ബേസ് ചെയ്തിട്ടുള്ള. എയും ബിയും സർക്കുലർ ട്രാക്കിങ്ങിൽ 1400 മീറ്ററുള്ള ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഓഫ് എ 33 മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബി 47 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അവർ സെയിം ടൈമിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് ഒരേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്തു, ഓടാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം ദേ മീറ്റ് സെക്കൻഡ് ടൈം, സോറി ഇത് സെക്കൻഡ് ടൈം എന്നാണ്, രണ്ടാമത്തെ വട്ടം അവരെപ്പോഴായിരിക്കും കണ്ടുമുട്ടുകയെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റിങ്ങിൻ്റെ എന്താ പഠിച്ചിരിക്കുന്നത്, റിലേറ്റീവ് സ്പീഡ് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ട്രാക്ക് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്. ഓക്കെ, ഇതിൻ്റെ മുമ്പിലുള്ള വീഡിയോയിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1400 ഡിവൈഡഡ് ബൈ 47 പ്ലസ് 33 80. അതായത് ഓരോ ഈ ഒരു പർട്ടിക്കുലർ ടൈം കഴിയും തോറും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വട്ടം മീറ്റ് ചെയ്യണ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഇൻറ്റു 2 എഴുതണം. അതായത് ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ ആൻസർ 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓരോ 10 സെക്കൻഡ് കഴിയും തോറും അവർ മീറ്റ് ചെയ്യുമായിരുന്നു എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 1400 ഡിവൈഡ് ബൈ 80. ഞാൻ അതങ്ങനെ തന്നെ വെച്ചതിൻ്റെ കാരണം എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനേക്കാളും നല്ല ഇവിടെയൊക്കെ മാക്സിമം വെട്ടിക്കളയാന്നല്ലേ. ഓക്കെ, അപ്പോൾ ബൈ 4. അപ്പോൾ 140 ബൈ 4, 140 ബൈ 4 എന്ന് പറയുമ്പോൾ പകുതിയുടെ പകുതി 70 35. സോ 35 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അവർ സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യലി മീറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഇതിൻ്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 17.5 മീറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.